എന്നോട് അവർക്ക് പറയാമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും തഖ്വയില്ലായ്മ കൊണ്ട് അവരെ ഇബാദത്തുകളിൽ പലതും നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ആ തഖ്വ റബ്ബിനോട് ചോദിക്കണം. അത് ആളെ കാണിക്കാനല്ല. ഇന്ന് നമ്മൾ പറയലുണ്ട് കാണാൻ നല്ല തഖ്വ ഉണ്ടാവും, പക്ഷേ സ്വഭാവത്തിൽ ഒരു തഖ്വ ഉണ്ടാവില്ല. മറ്റൊരാളെ മനസ്സുകൊണ്ട് വേദനിപ്പിക്കുന്നിടത്ത് ഒരു തഖ്വ ഉണ്ടാവില്ല. ഒരാളുടെ ഏറ്റവും വലിയ തഖ്വ എന്താണെന്നറിയോ? നമ്മൾ കാരണം ഒരാൾ സങ്കടപ്പെടാണ്ടിരിക്കല. ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റിയാണത്. ഞാൻ കാരണം വേറൊരാൾ സങ്കടപ്പെടരുത്. നിങ്ങൾ കുടുംബത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു നോക്കൂ. നിങ്ങളെ ഭാര്യമാരോട് പറഞ്ഞു നോക്കൂ, നമ്മൾ കാരണം മറ്റൊരു മനസ്സ് വേദനിക്കരുതെന്ന്. എത്ര കുടുംബ പ്രശ്നം ക്ലിയറായി കിട്ടുമെന്നറിയോ? എത്ര പേരുടെ നാവുകൊണ്ടാണെന്നറിയോ കുടുംബ പ്രശ്നമെന്ന്? ഇന്നൊക്കെ ചിലർ നാട്ടു പറയലില്ലേ, മൂപ്പത്തി നല്ല ഖുർആൻ ക്ലാസ് കയറ്റിയ, എന്നാലോ മരിയക്കളോട് പറയുന്ന വാക്ക് കേട്ട, വായിലെ നാവ് തുറന്ന ഇത്രക്ക് മോശം ആള് വേറല്ല. ചില ഭർത്താക്കന്മാരെ പറ്റി സ്ത്രീകൾ പറയലില്ലേ, ആള് നല്ല പിയാപ്പയാ, നിസ്കാരം നോമ്പും ഒക്കെ ക്ലിയറാ, പിന്നെന്താ കുഴപ്പം? ലോട്ട സ്വഭാവ, മൂക്കത്താ ദേഷ്യം, തെറി പറയും, കെട്ടിയ പെണ്ണിനെ തല്ലാൻ കയ്യോങ്ങും, തല്ലും എന്ന ഭയങ്കര തഖ്വയായിരിക്കും ജനങ്ങളിടയിൽ കാണാൻ. ഇന്ന് ആളുകൾക്ക് തഖ്വയൊക്കെ ഒരു ചിഹ്നം മാത്രമാണ്, തഖ്വന്റെ കോലം മാത്രമേ ഉള്ളൂ. കേശിലിരിക്കുന്നവന്റെ രൂപം കണ്ടിട്ട് ആൾക്കാർ പറയും പറ്റിക്കൂല എന്ന് തോന്നുന്നു, നല്ല തഖ്വണ്ട്, ഓനായിക്ക് ഏറ്റവും കൂടുതൽ വെട്ടിപ്പും നടത്തുന്നേ. ആളുകളുടെ ഞാൻ കുറ്റം പറയല്ല, തഖ്വ എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. ഞാനൊരു ഉദാഹരണം പറയലുണ്ട്. ഈ ഭാര്യമാരെ പിരിഞ്ഞിരിക്കാൻ ഇസ്ലാമിൽ 4 മാസത്തിലധികം തെളിവില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സൈന്യാധിപന്മാരായ ജോലിക്ക് പുറപ്പെടുന്ന പടയാളികളുടെ ഭാര്യമാര് സങ്കടം വന്നു പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവോട്, ഉമറേ, ഞങ്ങളെ ഭർത്താക്കന്മാര് സൈന്യത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ പിന്നെ 4 മാസത്തിലൊക്കെ അധികം വർഷങ്ങളോളം അവർ അതിൽ തന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കൽപ്പന കൊടുത്തു, കെട്ടിയ ഭാര്യമാരെ 4 മാസത്തിലധികം പിരിഞ്ഞിക്കാൻ പാടില്ല. ഈ ഒരൊറ്റ ഹദീസെ ചില മക്കൾ പഠിക്കലുള്ളൂ. ഭയങ്കര മുത്തൊക്കെയൊക്കെ ആയിരിക്കും നിസ്കരിക്കാനും നോമ്പ് വിൽക്കാനും ഒക്കെ. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ 3-ാമത്തെ മാസവും പെണ്ണുങ്ങളെ ഗൾഫിൽ കൊണ്ടുപോകും. എന്താ? അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൗലുണ്ട്, പെണ്ണുങ്ങളെ പിരിഞ്ഞിരിക്കാൻ പാടില്ല. ആ കുണ്ടോന്ന് ഓൻ്റെ വാപ്പയും ഈ നാട്ടിൽ ഒറ്റ കുഴന്നെടുക്കുകയും ഈ വാപ്പനെയും ഇമ്മനെയും നോക്കാൻ എത്ര ദിവസത്തെ തെളിവുണ്ട്? ഒരൊറ്റ ദിവസം വിട്ടുക്കാൻ തെളിവില്ല. ഒരു ദിവസം യുദ്ധത്തിന് വന്ന സ്വഹാബത്തിനോട് റസൂലുള്ളാഹി ചോദിച്ച, ഹയ്യ വാലിദാക്ക, വാപ്പയമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ, ഫർജ്, മടങ്ങിപ്പോ. നാട് വിടാൻ വന്ന സ്വഹാബിയോട് റസൂലുള്ളാഹി ചോദിച്ചു, ഹയ്യ വാലിദാക്ക, എന്റെ വാപ്പയമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ, ഫർജ്, തിരിച്ചു പോ. സ്വന്തം വാപ്പനെയും നാട്ടിൽ ഒറ്റക്ക് നോക്കാൻ ആളില്ലാണ്ട് ഓൻ ആകെ പഠിച്ച ഹദീസ് എന്താണെന്നറിയോ? തഖ്വന്റെ ഹദീസ്. കെട്ടിയ പെണ്ണുങ്ങളെ 4 മാസത്തിലധികം പിരിഞ്ഞിക്കാൻ പാടില്ല. എത്ര ഉമ്മയും വാപ്പയും ആ നാട്ടിൽ കൂടെ സങ്കടപ്പെട്ട് നടക്കുന്നത്. 5 വക്ത് നിസ്കരിക്കുന്ന മക്കൾക്ക് ഉമ്മന്റെയും വാപ്പന്റെയും സങ്കടം അറിയാൻ പറ്റുന്നില്ലേ? ഈ കാട്ടിക്കൂട്ടലൊക്കെ തഖ്വയല്ലാന്ന് അള്ളാഹ്ക്കറിയാം, നാട്ടുകാർക്ക് പോലും അറിയാം. ഇന്ന് ജനങ്ങളിടയിൽ ഭയങ്കര പേരായിരിക്കും, പക്ഷെ ഉമ്മ നോക്കൂല, വാപ്പ നോക്കൂല. ഓല നോക്കുന്നതിന് വലിയ കണക്കുമായിരിക്കും. ഞാൻ പറയലുണ്ട്, 5 മക്കൾ അമ്മക്കും വാപ്പക്കും നോക്കുന്നതിന് ഒരു കണക്കുമില്ല. ഞാനിപ്പോൾ എനിക്ക് 4 മക്കളുണ്ട്, 4 എണ്ണം നോക്കിയതിന്റെ കണക്ക് ഞാനിപ്പോൾ എത്ര കൊല്ലമായി നോക്കുന്നത്? മൂത്തതിന് 10-ാം ക്ലാസ്സിലെത്തി, 15 വയസ്സായി. ഞാൻ ഈ കാലം വരെ കണക്ക് വെച്ചിട്ടില്ല. 15 കൊല്ലന്റെ മോളെ നോക്കിയതിന് ഒരു കണക്കും ഞാൻ വെച്ചിട്ടില്ല. എനിക്കത് ഭാരമായിട്ട് തോന്നിയിട്ടുമില്ല. പക്ഷെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഉമ്മാനെ 3 മാസം നോക്കുമ്പോഴേക്കും മക്കൾക്ക് കണക്കാ. 3 മാസം അപ്പോഴേക്ക് തുടങ്ങും, മൂത്തം കൊണ്ടുപോയില്ല, ഇളവൻ കൊണ്ടുപോയില്ല, ഓക്കെന്താ കൊണ്ടുപോയാലും വെക്കെന്താ കൊണ്ടുപോയാലും ഇക്കൊറ്റക്കാവൂല. പിന്നെ കണക്കാ. അത് മഹപ്പാര് പറയുകയും ചെയ്യും, നിങ്ങളോട് പറയൂല, പടച്ചവനോട് പറയും. ഒരൊറ്റെണ്ണത്തിന് നോക്കുന്നതിന് ഞാൻ കണക്ക് പറഞ്ഞില്ല ഇന്നും റബ്ബേ, പക്ഷെ ഞങ്ങളെ നോക്കുന്നതിന് നിങ്ങളൊക്കെ കണക്ക് പറഞ്ഞതാണ്. ആ കണക്ക് പടച്ചവനോട് വാപ്പയമ്മയും പറഞ്ഞ, എന്റെ നെറ്റിത്തടത്തുമ്പോൾ എത്ര നിസ്കാരത്തയമ്പ് ഉണ്ടായാലും, നാട്ടിൽ ഏത് ഖുർആൻ ക്ലാസ്സിൽ ഇങ്ങി പോയി പഠിച്ചാലും, അവര് വക്തിന് പള്ളിയിലെത്തിയാലും പടച്ചോൻ തരൂല സമാധാനം, അല്ല തരൂല സ്വസ്ഥത. കാരണം തഖ്വ എന്ന് പറഞ്ഞാലേ അത് നെഞ്ചിൻ്റെ ഉള്ളിലാ, ഹൃദയത്തിൻ്റെ ഉള്ളിലാ. അത് അവന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അവന് പ്രകടിപ്പിക്കാൻ പറ്റണം. അത് ചോദിക്കണം റബ്ബിനോട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ, എനിക്ക് ഭയഭക്തി വേണം. 3-ാമത്തേത് വൽ അഫാഫ, പടച്ചോനെ എനിക്ക് പരിശുദ്ധി അഥവാ വിനയം, വിവേകം വേണം. എനിക്ക് വിനയം വേണം റബ്ബേ. ആ രീതിയിലുള്ള ഒരു വിനയ മനസ്സ് എനിക്ക് ഉണ്ടാവണം. ഇന്ന് ഞാൻ പറയാറുണ്ട്, പൈസയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, ഒരു വിനയ മനസ്സ് അപൂർവം ചിലർക്കേ ഉണ്ടാവും. ഇന്ന് ചില മനുഷ്യന്മാർക്ക് 2 അർത്ഥത്തിലാണ് ഉണ്ടാകുക വിനയല്ലായ്മ. ഒന്ന്, പൈസ കൂടിയാൽ ചിലർക്ക് ലെവല് വിടും, അഹങ്കാരം കൂടും, അവന് സ്വയം തോന്നും അൻറഅഹുസ്തഗ്ന, ഞാൻ തിരക്കേടില്ല. ഇന്ന് ചില തറവാട്ടുകാർ കാണിക്കലില്ലേ, എല്ലാവരും എൻ്റെ മുൻപിലിരിക്കണം, എൻ്റെ കേൾക്കണം, എന്നെ ആദരിക്കണം, എൻ്റെ സലാം അടക്കണം. ആ ഒരു കിബിറത്തരുണ്ടാവും മനസ്സിൽ. അത് അവരുടെ പെരുമാറ്റത്ത് പോലും ഉണ്ടാവും, ഏത് ഘട്ടത്തിലും. ഞാൻ പറയലുണ്ട്, ഈ റമദാനിന്റെ തൊട്ടു മുൻപ് ഒരു ഉമ്മ പറഞ്ഞ സങ്കടമുണ്ട്. കുറേ കാലം ആ തറവാട്ട് പണിയെടുത്തതാ. അവസാനം ഇപ്പം മക്കളൊക്കെ വലുതായപ്പോൾ, അത്യാവശ്യമായപ്പോൾ ഉമ്മ ജോലി കഴിയാത്തതുകൊണ്ട് നിർത്തി. റമദാന്റെ 1 ആ തറവാട്ടിലെ പൊരക്കാരത്തി വിളിച്ചിട്ട് പറഞ്ഞു, ജമീൽത്താ,
നിങ്ങൾക്കൊരു കിറ്റ് ഉണ്ട്, നിങ്ങൾ വന്ന് എടുത്തുകൊണ്ടുപോയിക്കോളൂ വേണ്ടിയെന്ന്. അപ്പം അമ്മയും വിചാരിച്ച അൽഹംദുലില്ലാ നോമ്പ് കഴിഞ്ഞുകൂടാൻ ഒരു കിറ്റ് കിട്ടല്ലേ. എങ്ങനെയൊക്കെയോ ആ വെയിലത്ത് വെച്ച് തറവാട്ടിലെത്തിയപ്പോൾ ആ പൊരക്കാരത്തി പറയാം, നിങ്ങൾ വന്ന സ്ഥിതിക്ക് മുറ്റം ഒന്ന് അങ്ങ് അടിച്ചാളി, പാത്രമൊക്കെ ഒന്ന് കയ്യച്ചാളി, എന്നിട്ട് കിറ്റ് എടുത്ത് പോയിക്കോളി. ഈ ഒരു അഹങ്കാര മനോഭാവം പലരും മനസ്സിലുണ്ട്. അത് ചെയ്യണം, ഒന്റെ മുമ്പിൽ വരണം, ഇങ്ങനെ ആവണം. ഇത് തറവാട്ടുകാർക്കും ഉണ്ട്, ഇനി തറവാടില്ലാത്തവർക്കും ഉണ്ട്. എല്ലാവരും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല. ചിലർക്ക് പൈസ കൂടിയാൽ കിബിറ് കൂടും, ചിലർക്ക് പൈസ കൂടിയാൽ വിനയം കൂടും. ഇതിലേത് വർഗത്തിലാണ് നമ്മളെന്ന് ചിന്തിക്കണം. ചിലർക്ക് പൈസ കുറഞ്ഞാൽ അഹങ്കാരം കൂടും, പൈസ ഇല്ലെങ്കിലും അഹങ്കാരം കൂടും. അള്ളാന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞു, ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരുന്നതിന്റെ തൊട്ടു മുൻപ് ജനങ്ങളെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു അടയാളം എന്താണെന്നറിയോ? ആഇലുൽ മുസ്തക്ബിർ, അഹങ്കാരികളായ ദരിദ്രന്മാരായിരിക്കും. 5 പൈസക്ക് ഗതിയില്ലെങ്കിലും കിബിറിനൊരു കുറവുണ്ടാവില്ല. ഞാൻ പറയലുണ്ട്, നാട്ടുകാർ പിരിവിട്ടിട്ടായിരിക്കും പെൺകുട്ടീന്റെ കല്യാണം നടത്തുന്നത്. തലേന്ന് ഗാനമേള ഉണ്ടാവും, അന്ന് വീഡിയോഗ്രാഫറും ഉണ്ടാവും. അഹങ്കാരത്തിനൊരു കുറവുണ്ടാവില്ല. വാപ്പന്റെ നയിപ്പോണ്ട് ജീവിക്കുന്ന ചില മക്കളുണ്ട്, ഒരു പണിക്ക് പോവില്ല, പക്ഷെ ഓന്റെ സ്വപ്നം എന്താണെന്നറിയോ? 1.5 ലക്ഷം റുപ്യന്റെ ഐഫോണ്. ഇങ്ങനെ അഹങ്കാരം കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറ വളർന്നു വരുമ്പം നിങ്ങൾ ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചോന്നാ. ഇന്ന് പലർക്കും വലിയ വീടും സൗകര്യം ഉണ്ടാവും, ഒരു നല്ല മനസ്സുണ്ടാവില്ല, വിനയം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നോക്കൂ, നിങ്ങൾ കറുത്ത ബിലാലിനെയും വെളുത്ത അബ്ദുറഹ്മാനെയും ഒരുപോലെ റസൂലുള്ള സ്നേഹിച്ചു. ഇന്ന് ചിലർക്ക് ലോക്യം കൂടണേ ആ പവറിലുള്ളവർ എന്നെ വരണം, ആ തറവാടുള്ളവർ എന്നെ വരണം. ഞാൻ പറയലുണ്ട്, കല്യാണ വീട്ടിക്ക് ചെന്നാൽ പോലും ക്ഷണിച്ചിട്ട് എല്ലാവരും പോകുന്നതെങ്കിൽ നമ്മളെ തൊട്ടു മുൻപിലുള്ളവൻ അത്യാവശ്യം പവറിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തരക്കേടില്ലാത്തൊരു തറവാട്ടുകാരനാണ്. ക്ഷണിച്ചുണ്ടോയ പൊരക്കാരൻ കൈ പിടിച്ച് സലാം പറഞ്ഞ് ഭക്ഷണ ഹാളിൽ കൊണ്ട് ചിരുത്തിയിട്ട് കോരി കൊടുക്കുന്നവനോട് അറിയും, നമ്മളെ ആളങ്ങൊന്ന് നോക്കണം കേട്ടോ കാര്യമായിട്ട് എന്ന്. അതിന്റെ ബാക്കിൽ സാധാരണക്കാരൻ നാട്ടിൽ കൈക്കോട്ടെത്തുന്ന 53 മക്കളും പോകുകയാണെങ്കിലോ നിന്നെടുത്ത് നനങ്ങാതെ പറയും, തിന്നിട്ട് പോയാൽ മതി കേട്ടോന്ന് കൈത്തോണ്ട് ആംഗ്യം കാണിക്കും. മനുഷ്യന്റെ സ്വഭാവം പോലും അവന്റെ പവറും ദർജയും അനുസരിച്ചിട്ടാണെങ്കിൽ അള്ള തരുന്നത് ആ വിനയം. അത് പടച്ചവനോട് ചോദിക്കണം, റബ്ബേ എൻ്റെ മനസ്സിൽ ഇനിയൊരു കിബിറുണ്ടാക്കരുത്, എനിക്കൊരു വിനയം വേണം, എനിക്ക് അത്രയും ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാകാൻ പറ്റണം. ആ വിനയം, ആ താഴ്മ, അത് ദുനിയാവിൽ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നവർക്ക് അള്ള കൊടുക്കുന്നതാ. അങ്ങനെയുള്ള ആളുകളെ പടച്ച റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട്, ദുനിയാവിൽ ഇന്നാക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ള ഏറ്റവും വില മതിക്കുന്നത് ദുനിയാവിൽ പടച്ചോൻ എന്തൊക്കെ കൊടുത്തിട്ടും അതുകൊണ്ടൊക്കെ വിനയം കാണിച്ച് അള്ളാന്റെ അരികിലേക്ക് മനസ്സുകൊണ്ട് ചേർന്ന് നിന്നോനാ. ഇന്ന് ചിലരുടെ വാക്കും നോക്കും മതി നമ്മൾ സങ്കടപ്പെട്ടു പോകാൻ, ചിലരുടെ കിബിറ് മതി നമ്മൾ സങ്കടപ്പെട്ടു പോകാൻ, ചിലരുടെ ആ ശൈലിയും ആ ദേഷ്യവും ഇതൊക്കെ മതി നമ്മൾ വലിയ ബേജാറായി പോകാൻ. റസൂലുള്ളാന്റെ കാലഘട്ടത്തിന് ശേഷമുള്ളൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചരിത്രം. ആരാ ഉമർ റളിയല്ലാഹു അൻഹു? ജാഹിലിയ കാലഘട്ടത്തിൽ കൊന്നൊടുക്കപ്പെട്ടവന്റെ വിരലുകൾ മുറിച്ചു മാറ്റി അത് മാലയായി കഴുത്തിൽ ധരിച്ച് മക്കയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പം ഒരു ഇല പോലും അനങ്ങാൻ ഭയപ്പെട്ടിരുന്നു. അന്ന് ഉമറിന്റെ കാര്യത്തിൽ ഉമറിന്റെ മുഖം കാണുമ്പോഴേക്കും സർവ്വ വീടുകളിലെയും ആണും പെണ്ണും വാതിലടച്ചിരുന്നു എന്നുവരെ ജാഹിലിയ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ ചരിത്രം. രാത്രികാലങ്ങളിൽ വേഷം മാറി പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് ഗോതമ്പ് ചാക്ക് ചുമലിലെടുത്ത് കയറി ചെന്ന് കൊടുത്തിരുന്ന അമീറുൽ മുഅ്മിനീൻ, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരൊട്ടക കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ മരിച്ചാൽ ഞാൻ എന്തെന്റെ റബ്ബിനോട് പറയുമെന്ന് ചോദിച്ച് നട്ടപ്പാതിര നേരെ തിറങ്ങി നടന്ന് ഒട്ടക കുഞ്ഞുങ്ങൾക്ക് പോലും വെള്ളമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ മദീനത്തെ പള്ളിയിലേക്ക് കയറി വരുമ്പം അള്ളാന്റെ ഹബീബ് പറയുന്നുണ്ട്, ഉമറാണ് ഇസ്ലാമിന്റെ വാതിൽ. ആ വാതിൽ തകർക്കപ്പെടുമ്പോൾ ഇസ്ലാം നശിക്കാൻ തുടങ്ങും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിയോടെ റസൂലുള്ള പറഞ്ഞു, ഉമറേ, നീ എങ്ങാനും ഒരു വഴിയിൽ കയറിയാൽ ആ വഴിയിൽ പിശാച് പോലും വരാൻ മടിക്കും ഉമർ. അത്രക്ക് പേടിയാണ് ഉമറേ നിന്നെ. ആലോചിച്ചു നോക്കൂ, അന്നത്തെ 21 രാജ്യങ്ങളെ, മക്കയും മദീനയും ഷാമും സിറിയയും എത്യോപ്യയും ലബനാനും മിസ്റും അടക്കം കിസ്ര ചക്രവർത്തിമാരുടെ കീഴിലുണ്ടായിരുന്ന 21 രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഭരിച്ച് ഒരു തെറ്റലുകളുമില്ലാതെ, ഒരു വേർതിരിവുമില്ലാതെ, ഒരു ജാതീയതയും കാണിക്കാതെ, ഒരു വർഗവ്യത്യാസവും കാണിക്കാതെ 21 രാജ്യങ്ങളെ ഒരു ഭരണത്തിന്റെ കീഴിൽ ഏകോപിപ്പിച്ച് ഭരിച്ച ദ അൾട്ടിമേറ്റ് ഹീറോ, അൾട്ടിമേറ്റ് ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മഹാത്മാ ഗാന്ധിജി പോലും ഒരിക്കൽ പറഞ്ഞത്, ജാതീയതയും വർഗവെറിയും വർണ്ണവെറിയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മേൽജാതിയും കീഴ്ജാതിയും ബ്രാഹ്മണനും മറ്റുള്ള വർഗങ്ങളുമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഉമറിനെ പോലെ ഒരു ഭരണാധികാരി വന്നിരുന്നെങ്കിൽ ഈ രാജ്യം എന്നോ ജനങ്ങൾക്ക് മുൻപിൽ തലയുയർത്തി നിൽക്കുമായിരുന്നു എന്ന് ഗാന്ധിജിയെ കൊണ്ടുപോലും പറയിപ്പിച്ച
അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കുത്ത് കിട്ടുന്ന ഒരു രംഗമുണ്ട്. മദീന പള്ളിയിൽ നിന്ന് കുത്ത് കിട്ടുമ്പം കൊടലടക്കം അദ്ദേഹത്തിൻ്റെ ഇത് പുറത്തേക്ക് ചാടും. വേദന കൊണ്ടും വെപ്രാളം കൊണ്ടും വയറ് പൊത്തിപ്പിടിച്ച് സഹാബാക്കൾ സങ്കടം പറഞ്ഞ് ചുറ്റും കൂടി നിൽക്കുമ്പം ആതിക ബീവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് പറയും, സഹാബത്തെ പോയി നിസ്കരിച്ചിട്ട് വരി, സുബഹി ജമാഅത്ത് ഖളാക്കരുത്, നിസ്കരിച്ചിട്ട് വാ. സഹാബാക്കൾ വേഗം സുബഹി നിസ്കരിച്ച് ഉമറിന്റെ അരികിലേക്ക് എത്തി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിങ്ങനെ അടയാൻ തുടങ്ങിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വയറിങ്ങനെ പൊത്തിപ്പിടിച്ച് സഹാബത്തിനോട് പറയും, സഹാബാക്കളെ എനിക്കൊരു വസിയത്തുണ്ട്, എനിക്കൊരു അന്ത്യ അഭിലാഷമുണ്ട്. സഹാബത്ത് ചോദിച്ച്, എന്തേ ഉമർ? ഞാൻ മരിച്ചാൽ, ഏത് നിമിഷവും ഞാൻ മരിക്കും, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്തെടുത്ത് നിങ്ങൾ ആയിഷത്തു സിദ്ദീഖയുടെ വീട്ടിൻ്റെ വാതിൽക്കൽ കൊണ്ടുവെക്കണം. നമ്മളെ ഉമ്മ റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവിന്റെ വാതിൽക്കൽ എൻ്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോയി കിടത്തണം. ആയിഷ ബീവി ഇതാരുടെ മയ്യത്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തണം, ഖത്താബിന്റെ മകൻ ഉമറിന്റെ മയ്യത്താന്ന് പറയണം. ഒരിക്കലും അമീറുൽ മുഅ്മിനീൻ ഉമറിന്റെ മയ്യത്താണെന്ന് പറയരുത്, ഖത്താബിന്റെ മോൻ ഉമറിന്റെ മയ്യത്താണ് ഇത് കിടത്തിയത് എന്ന് പറയണം. എന്തിനാണ് ഇവിടെ കിടത്തിയതെന്ന് ചോദിക്കുമ്പം എനിക്ക് വേണ്ടി നിങ്ങൾ വിനയത്തോടെ ആയിഷത്തു സിദ്ദീഖയോട് ചോദിക്കണം.